കോഴത്തോട് പഞ്ചായത്തിലെ കൊമ്പുകുത്തി കണ്ണാട്ടുകവലയിൽ വനാതിർത്തി മേഖലയിൽ നിർമ്മിച്ചിരുന്ന കിടങ്ങുകളുടെ അപാകത പരിഹരിക്കുന്നതിനായി നവീകരണ പ്രവർത്തനം ആരംഭിച്ചു. കാട്ടാന ഉൾപ്പെടെ പതിവായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഇവിടെ 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് കിടങ്ങ് നിർമ്മിച്ചത്. എന്നാൽ കിടങ്ങിന് മതിയായ വീതിയില്ലാത്തതും കിടങ്ങിന്റെ വശങ്ങളിൽ പാറകൾ തള്ളി നിൽക്കുന്നതും അപാകതയായി മാറിയിരുന്നു. പാറകളിലൂടെ കിടങ്ങ് മറികടന്ന് ആനകൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പതിവായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഫെസ്റ്റൂൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും കിടങ്ങ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്ന് കരാറുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിടങ്ങിന്റെ വശത്ത് നിൽക്കുന്ന പാറകൾ പൊട്ടിച്ചു നീക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കണ്ണാട്ടുകവല മുതൽ പന്നിവെട്ടുംപാറ വരെ 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് ഇവിടെ കിടങ്ങ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ണാട്ടുകവല മുളങ്കുന്ന് ഭാഗത്ത് വന്യമൃഗശല്യം നിരന്തരമായി വരികയും അതേ തുടർന്ന് സ്ഥലവാസികൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രകാരം വനം വകുപ്പിന് പരാതി നൽകുകയും ഇക്കാര്യം അറിഞ്ഞുടൻ തന്നെ MLAയുടെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട MLA പരാതി ലഭിച്ച ഉടൻ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സ്ഥലം സന്ദർശിച്ച് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകി 3 ദിവസത്തിനുള്ളിൽ തന്നെ റേഞ്ചിനകത്തുള്ള അപാകതകൾ മാറ്റി പാറകൾ പൊട്ടിച്ചു നീക്കുന്നതിനുള്ള പണികൾ ആരംഭിക്കുകയും ഇന്നലെ മുതൽ പണി ആരംഭിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ എന്ന നിലയിൽ സ്ഥലം സന്ദർശിച്ച് പണികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വന അതിർത്തി മേഖലയിൽ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി കണ്ണാട്ടുകവല മുതൽ മതമ്പ വരെ 7 കിലോമീറ്റർ ദൂരത്തിൽ 7,20,00,000 രൂപ മുടക്കി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ 1.5 കിലോമീറ്റർ ദൂരത്തിൽ കിടങ്ങുകളും ബാക്കി സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിംഗും അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കണ്ണാട്ടുകവല ഭാഗത്തും കിടങ്ങ് നിർമ്മിച്ചത്. ഇതിലെ അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.